ബിസിനസ് സംബന്ധമായി ചില പരാതികളുണ്ടെന്ന് യതീന്ദ്രൻ ഉദയനോട്. നന്ദന ബിസിനസ്സിൽ ഉഴപ്പുകയാണെന്ന പരാതിയുമായി കാർത്തിക. പുതിയ സ്റ്റാഫിനെ വയ്ക്കാൻ ഉദയൻ അനുവാദം നൽകുന്നു. ഹരിയെ കാണാൻ നന്ദന എത്തുന്നു. സതിയമ്മയിൽ അമർഷം. ഹരിപ്രസാദും നന്ദനയും അവരുടെ ജീവിത നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. ഹരിയെ കാണാൻ നന്ദനയെ വീട്ടിൽ വരരുത് എന്ന താക്കീതുമായി സതിയമ്മ. ഹരിയുടെ വീട്ടിൽ നിന്നും വരുന്ന നന്ദനയെ ഉദയൻ യാദൃശ്ചികമായി കാണുന്നു. ഇനി തുടർന്ന് കാണുക. അതേ സൂയിസൈഡ് പോയിന്റിലേക്ക് വീണ്ടും വന്നത് അന്നത്തെ പോലെ ഏതെങ്കിലും കവിതാശകലം ഓർക്കാനാണോ? കവിത കേൾക്കാൻ ആത്മഹത്യാ മുൻപിൽ വന്ന് നിൽക്കണമെന്നില്ല. കവിതയും കഥയും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതൊരു പുതിയ അനുഭവമല്ല. ഓർമ്മ വെച്ച നാള് മുതൽ മിക്കവാറും മനസ്സ് അങ്ങനെയായിരുന്നു. ചില സമയത്ത് ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച പോലെ തന്നെ. മേഘങ്ങൾ നിറഞ്ഞ ആകാശം. കാർമേഘം ആണെന്നേ ഉള്ളൂ. ചിലതൊക്കെ പെയ്തൊഴിഞ്ഞു. പെയ്യാതെ മൂടിക്കെട്ടി നിൽക്കുന്ന മേഘങ്ങളാണ് അധികവും. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം പ്രയോഗം പോയറ്റിക്കാ. പക്ഷെ ഒന്നുണ്ട്, കാറ്റടിച്ചാൽ ഏത് മേഘം ഒഴിഞ്ഞു പോയിക്കോളും. കാറ്റ് എതിർദിശയിലേക്കാണെങ്കിലോ? യെസ്, എങ്ങോട്ട് നീങ്ങണമെന്ന് മേഘം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ കാറ്റ് എതിർദിശയിലേക്ക്. എക്സാമ്പിൾ കൊള്ളാം. ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിച്ച് സമയം കളയണമെന്നുണ്ടോ? ഉപദേശം എനിക്ക് താല്പര്യമുള്ള ഒന്നല്ല. പറഞ്ഞു കേൾക്കാനും ഇഷ്ടമല്ല, ഉപദേശിക്കാനും ഇഷ്ടമല്ല. കാരണം ഓരോ ഉപദേശത്തിലും ഒരു അടിച്ചേൽപ്പിക്കലുണ്ട്. അടിച്ചേൽപ്പിക്കുന്നത് എന്തും അധികപ്പറ്റ. നന്ദനയുടെ അനുഭവപാടും അത് തന്നെ ആയതുകൊണ്ട് ഒരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ മാത്രം അനുഭവം അല്ലല്ലോ.
അടിച്ചേൽപ്പിക്കപ്പെട്ട ബന്ധത്തിന്റെ മുനമ്പിൽ വന്നു നിന്നുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞേക്കാം. സജീവിന്റെ വീട്ടിൽ പോയത് ആരെ കാണാനാണെന്ന് വ്യക്തമാണ്. അതിന് പക്ഷേ തക്കതായ കാരണമുണ്ട്. അവിടെ പോകുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ ന്യായമുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞതിന് ശേഷമുള്ള വിശദീകരണത്തിന് വിലയുണ്ടെന്ന് നന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? കണ്ടുപിടിക്കും വരെ ആരും കള്ളന്മാരല്ല. പിടിക്കപ്പെടുമ്പോ നേരം പോക്കിന് വേണ്ടി മോഷ്ടിച്ചതാണെന്ന് പറയുന്നത് ബാലിശോ? ഉദാഹരണം മനസ്സിലായി, പക്ഷെ അസ്ഥാനത്തായിപ്പോയി. അസ്ഥാനത്ത് നിൽക്കുന്നത് തന്റെ പല പ്രവൃത്തികളാ. അമ്മ എന്ന കൺസെപ്റ്റിനെ പറ്റി, അമ്മ എന്ന സത്യത്തെപ്പറ്റി നന്ദന എൻ്റെ മുന്നിൽ വാചാരയായിട്ടുണ്ട്. പ്രസവിച്ച അമ്മ, വളർത്തിയ അമ്മ, ഉദയന്നൂരിലമ്മ, പിന്നെ എൻ്റെ അമ്മ, അവരെപ്പറ്റി എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ആ അമ്മമാർക്ക് നന്ദനയിൽ നിന്നും എന്താണ് കിട്ടിയതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മാനസിക സംഘർഷം, ടെൻഷനല്ലാതെ മറ്റെന്താണ് താൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഞാനത് മനഃപൂർവ്വം അല്ലെന്നായിരിക്കും പറയാൻ വരുന്നത്. അതൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല. അങ്ങനെ ഒരു ന്യായം അഥവാ ശരി മനസ്സിൽ ഓർത്തിരുന്നെങ്കിൽ മറ്റൊരമ്മ കഴിഞ്ഞ ദിവസം തന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു. അത് ഹരിപ്രസാദിന്റെ അമ്മയാണെന്ന് നന്ദന തുറന്ന് സമ്മതിച്ചു. അതിന് ഞാൻ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ആ സ്ത്രീ വന്നത് റിക്വസ്റ്റുമായിട്ടാണെന്ന് ഞാൻ ഗസ് ചെയ്ത് പറഞ്ഞപ്പോ താൻ നിഷേധിച്ചില്ല. എന്നിട്ടും ഞാൻ ആ അമ്മയുടെ മകനെ കാണാൻ പോയി. അതല്ലേ ആരോപണം? ആരോപണം അല്ലാതെ സത്യമല്ല. സത്യം തന്നെ. അതിനുള്ളിൽ മറ്റൊരു സത്യമുണ്ട്. ആ അമ്മയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഹരിയേട്ടനെ കാണാൻ പോയത്. എല്ലാം പറഞ്ഞവസാനിപ്പിച്ച് ഭാവങ്ങൾ നേർന്നിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. പറഞ്ഞവസാനിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നിയില്ല. ഭാവുകങ്ങൾ എന്നും നേർന്നിട്ടേ ഉള്ളൂ. ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? ആ അമ്മയുടെ വാക്കുകളെ അവഗണിച്ച് ഒളിച്ചു നിൽക്കണമായിരുന്നോ? അതോ അവരുടെ ധർമ്മസങ്കടത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമായിരുന്നോ? എന്നെ അത്രയെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ലിറ്ററേച്ചർ പഠിച്ചിട്ടില്ല ഞാൻ. ജീവിതത്തിന്റെ ഓരോരോ ഒഴുക്കിനിടയിൽ അതിന് നേരം കിട്ടിയില്ല. എന്നാലും കവിതയൊക്കെ കേട്ടാ മനസ്സിലാവും. ആത്മഹത്യാ മുനമ്പിൽ എത്തുന്നതിന് മുമ്പുള്ള അന്ത്യദേശാടനത്തിനെ പറ്റിയാണ് അന്ന് പറഞ്ഞതെന്ന് ഓർക്കുന്നു. ആത്മഹത്യക്കും മരണത്തിനും ഇടയിലൂടെ നിലവിളി പോലെ പായുന്ന ജീവിതത്തെക്കുറിച്ചും ഏതോ കവിതാ കാസറ്റിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോ മനസ്സിൽ തോന്നുന്നതും അതാണ്. ആത്മഹത്യക്കും മരണത്തിനും ഇടയിലൂടെ ജീവിതത്തിന്റെ നൂൽപ്പാലം. ആ നൂൽപ്പാലത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തോന്നുന്നത്. അതോ വേണ്ടേ? ഒരു സജഷന് പ്രസക്തിയില്ല. മുന്നോട്ടുള്ള സഞ്ചാരം നൂൽപ്പാലത്തിലൂടെ തന്നെ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ പിന്നെന്തിനും മറ്റൊരാളുടെ നിർദ്ദേശം? തിരഞ്ഞെടുക്കുന്ന വഴിയെ അനിശ്ചിതത്വം നിറഞ്ഞതാണെങ്കിൽ യാത്ര ഒറ്റയ്ക്ക് വേണ്ടി വരും. അത് സജഷൻ. ഡിസിഷൻ സ്വയം എടുക്കാം. ഇന്നത്തെ തപസ് കഴിഞ്ഞില്ലേ നിന്റെ? നീ എന്തിനാ ശ്രുതി എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നേ? ചുമ്മാതല്ല തടി കൂടുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ.
അമ്മയുടെ സംസാരം ഈയിടെ കുറച്ച് അധികപ്പെട്ടാവുന്നുണ്ട്. അങ്ങനെ തോന്നും. ഇപ്പൊ അമ്മയുടെ സംസാരം അധികപ്പറ്റ്, ഇനി അമ്മ തന്നെ അധികപ്പറ്റാവും. ആട്ടെ, ഞാൻ അധികപ്പറ്റായിട്ട് എന്ത് ചെയ്തെന്നാ? അല്ലെങ്കിൽ എന്തു പറഞ്ഞൂന്നാ? ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ചില്ലേ? ആരോട്? ഇന്നിവിടെ വന്നത് ആരാണോ ആ ആളോട് തന്നെ. നന്ദനെയാണോ നീ ഉദ്ദേശിച്ചത്? അപ്പൊ മനസ്സിലാവാഞ്ഞിട്ടല്ല. ആവശ്യമില്ലാത്ത കാര്യമല്ല, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ നന്ദനയോട് പറഞ്ഞത്. അതെന്റെ കടമയും ഉത്തരവാദിത്വമാണ്. എന്തുത്തരവാദിത്വം? ഞാൻ നിന്റെ അമ്മയാണെന്നുള്ള ഉത്തരവാദിത്വം. നന്ദനയ്ക്കത് മനസ്സിലായിട്ടുമുണ്ട്. മനസ്സിലായെന്ന് അമ്മ വിശ്വസിക്കുന്നു. ആ വിശ്വാസം തെറ്റാണെന്ന് നീ അങ്ങ് ഉറപ്പിച്ചത് എന്തിനാ? അവര് നമ്മുടെ ആരാമ്മ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ? സജീവേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലധികാരി. അതിനപ്പുറം എന്ത് ബന്ധമുള്ളത്? ഒന്നുമില്ലേ? എനിക്കറിഞ്ഞൂടാ. ഹരിപ്രസാദിനെ കാണാനാണ് നന്ദന വരുന്നത്. അത് തന്നെ ബന്ധം. അതിന് നമുക്ക് എന്താ അമ്മേ? പേയിങ് ഗസ്റ്റായിട്ട് ഹരിമാഷ് ഇവിടെ താമസിക്കുന്നു. മാഷിന്റെ ഗസ്റ്റായിട്ട് ഒരാൾ വരുന്നു. അങ്ങനെ കണ്ടാ പോരെ? എന്നിട്ട് ഈ അഭിപ്രായം പറയുന്ന നീ എത്ര തവണ നന്ദനയോട് ഉടക്കാൻ ചെന്നു? ഏതോ ഒരു ഗസ്റ്റ് ആരെയോ കാണാൻ വരുന്നു എന്ന് വിചാരിച്ചുകൂടായിരുന്നോ? ഒരു അബദ്ധം പറ്റിയത് എനിക്ക്. ദേ, ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കല്ലേ ശ്രുതി. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നന്ദന ഇവിടെ വന്നു തുടങ്ങിയപ്പോഴേ നീ എതിർത്തതാ. അന്ന് ഞാനത് സാരമാക്കിയില്ല. നിന്റെ ഒരു അസൂയ, അങ്ങനെ ഞാൻ വിചാരിച്ചുള്ളൂ. എന്റെ ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആദ്യ സമയത്തെ നന്ദനയെ വിലക്കേണ്ടതായിരുന്നു. മുളയിലെ നുള്ളിക്കളയാന്ന് പറയില്ലേ, അതുപോലെ തന്നെ. മോളെ, അമ്മയോട് തുറന്നു പറ. നിനക്ക് ഹരിപ്രസാദിനെ മറക്കാൻ കഴിയോ? നിന്നോട് അഭിപ്രായം ചോദിക്കാതെയാണ് നിങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടിയാലോ എന്ന് രേണികയുമായി ഞാൻ ആലോചിച്ചത്. ചോദിക്കാതെ തന്നെ നിന്റെ അഭിപ്രായം എനിക്കറിയാമായിരുന്നു. പൊരുത്തം നോക്കിച്ചപ്പോ ഒരു കുഴപ്പമില്ല. ഹരിയാകട്ടെ ഇടയ്ക്ക് മുറുകുന്നു, പിന്നെ അയയുന്നു. എന്നാലും നിങ്ങളുടെ കല്യാണം നടക്കും തന്നെയാ എന്റെ വിശ്വാസം. അതുകൊണ്ട് ചോദിക്കുക, ഹരിയെ മറക്കാൻ മോൾക്ക് കഴിയൂ? എന്റെ കാര്യമല്ലല്ലോ വിഷയം. മാഷിനെ മറക്കാൻ ആ ചേച്ചി തയ്യാറാവോ? എന്റെ ചോദ്യത്തിന് അമ്മ എന്ത് മറുപടിയാ തരുന്നേ? അല്ലെങ്കിൽ ആരാ മറുപടി പറയാ? നീ എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ളത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. കല്യാണം നടക്കില്ല എന്നോ മറ്റോ ഹരിപ്രസാദ് നിന്നോട് പറഞ്ഞോ? അതോ നന്ദനെ എന്തെങ്കിലും സംസാരിച്ചോ? അമ്മ കടന്നു കയറി ചിന്തിച്ച് കുഴപ്പമാക്കണ്ട. ആരെന്തു പറഞ്ഞാലും ദൈവം നിശ്ചയിച്ചതല്ലേ നടക്കൂ. അങ്ങനെ ഒഴിവ് കണ്ടെത്തി ആശ്വസിക്കാൻ തുടങ്ങിയാലേ ഈ ലോകത്തൊന്നും നടക്കില്ല. നീ മാത്രമല്ല, ഞങ്ങളും ആഗ്രഹിച്ച ബന്ധമായത്. അതങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു പോന്നത് ശരിയാവില്ല. ഹരിയുടെ അച്ഛനും അമ്മയും ഒന്ന് വിളിച്ച് ആലോചിക്കട്ടെ. അവരും എല്ലാം അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. സതിയാന്റി എവിടെ? അമ്മ കിടന്നു, തലവേദനയാന്ന്. മരുന്ന് കഴിച്ചോ? ഞാൻ ടാബ്ലറ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു. ശരിക്കും തലവേദനയുടെ മതിയല്ലോ മരുന്ന് കഴിക്കുന്നത്. ആന്റി ഫുഡ് കഴിച്ചിട്ടാണോ കിടന്നത്? ആ. ശ്രുതി കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. എന്നിട്ടുണ്ടാക്കിയ അതുപോലെ ഈ പാത്രത്തിൽ കാണുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ശ്രുതി ഇരുന്നേ. വേണ്ട. ഇരിക്കുന്നേ, അല്ലെങ്കിൽ ഞാനും കഴിക്കില്ലേ? അയ്യോ, ഞാൻ പിന്നെ കഴിച്ചോളാം. മാഷ് എഴുന്നേറ്റിട്ട് അമ്മയെ വിളിച്ച് ഞാനും കഴിച്ചോളാം. ദേ, ഇത് മുഴുവൻ കഴിച്ച് ഇവിടുന്ന് എഴുന്നേക്കാവൂ, അല്ലെങ്കിൽ പിന്നെ ഞാനും പട്ടിണി കിടക്കും.
പലതും ഒഴിവാക്കാമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. ഈ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്, സജീവമായിട്ട് അടുപ്പമായത്, പിന്നെ ഇവിടെ താമസം തുടങ്ങിയത് ഒന്നും വേണ്ടായിരുന്നു. ഒരു കാര്യം മനഃപൂർവ്വം മാഷ് പറഞ്ഞില്ല. എന്നെ കണ്ടത് അതല്ലേ പ്രധാനമായും ഒഴിവാക്കേണ്ടിയിരുന്നത്. തെറ്റെന്റെ ഭാഗത്താ. വെറുതെ ഓരോ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. മാഷ് നിരപരാധിയാ. തുടക്കത്തിലെ ചുമപ്പുകാട് കാണിച്ചു. ഞാനതിന്റെ ഗൗരവം മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയെങ്കിലും നിസ്സാരമായി കരുതി. ഇപ്പൊ പഴി കേൾക്കുന്നത് അത്രയും മാഷും. വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടല്ലേ. ശ്രുതി അനുഭവിക്കുന്നുണ്ടല്ലോ വീർപ്പോട്ടില്. പക്ഷെ മാഷിനെ സേഫ് സോണിൽ നിർത്താൻ എനിക്ക് കടമയുണ്ട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ താൻ ഉദ്ദേശിക്കുന്നത്? ടെൻഷനൊന്നും വേണ്ട. അവിവേകമൊന്നും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ശ്രുതി മണ്ടിയാണെങ്കിലും ഭീരുവൊന്നുമല്ല. കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ മോഹിച്ചു. അതിനുള്ള ശിക്ഷ ഞാനിപ്പോ അനുഭവിക്കുന്നേ. ദേ മാഷെ, ഒന്നും സാരില്ല. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഉണ്ടാവും മാഷെ. മാഷ് കഴിക്കും. മതി. അത് പറ്റില്ല. ഇത് മുഴുവൻ കഴിക്കണം. വേണ്ട. അമ്മാവൻ? അതെ. എന്താ സംശയമുണ്ടോ? എവിടെ എല്ലാവരും? വിളിക്കേ. കാർത്തികേ, ഉദയനെ ഇനി ഞാൻ ചെന്ന് വിളിക്കണമായിരിക്കും. കുടുംബക്ഷേത്രത്തിൽ നിന്ന് പോണായിരുന്നു. മാസത്തിൽ ഒരു തവണയെങ്കിലും തൊഴുന്ന പതിവുണ്ട്. ഇവിടെ ആർക്കും അതൊന്നും ബാധകമല്ലല്ലോ. ഞങ്ങളിടയ്ക്ക് പോവാറുണ്ടമ്മാവ. അതൊന്നും പിന്നെ ഉദയനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്. ഉത്സവത്തിന് നാടകം അവതരിപ്പിക്കാനായിരിക്കും. രണ്ടുപേരും ഇരിക്കെ, സംസാരിക്കാനുണ്ട്. നിന്നോളാം. ബഹുമാനം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഇരിക്കാൻ മടിക്കുന്നതെങ്കിൽ വേണമെന്നില്ല. മുതിർന്നവരോട് ആദരവ് കാണിക്കുന്നത് നിൽപ്പിലും നടപ്പിലുമല്ല, പ്രവൃത്തിയിലാണ്. എന്റെ കോവിലകത്തൊരു വിശേഷമുണ്ടായി. ഒരു വിരുന്നുകാരി വന്നിട്ടുണ്ട്. കുറേ ദിവസമായി. എന്റെ സഹോദരിയാണ്. പേര് വസുന്ധര. എന്താ, അങ്ങനെ ഒരാളെ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഞാനിവിടെ വന്നിട്ട് ഇത്രയും സമയമായി. വസുന്ധരയെ പറ്റി ഒരാളും ഇതുവരെ അന്വേഷിച്ചില്ല. അതാ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലോ അമ്മാവ?
എന്താ അസുഖം വരണമെന്ന് നേർച്ച വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വസുന്ധര വന്നിരിക്കുന്നത് അവളുടെ ഏട്ടൻ ബാലരാമവർമ്മയുടെ, അതായത് എന്റെ വീട്ടിലേക്കാണ്. അവിടെ താമസിക്കുന്നിടത്തോളം അസുഖം വന്നാൽ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ ആളുണ്ട്. തമ്മിൽ മത്സരിക്കാൻ മക്കളും മരുമക്കളും ഒന്നും അവിടെ ഇല്ലല്ലോ. അമ്മാവന് ചായയുടെ കാർത്തികേ. വേണ്ട, സത്കാരം സ്വീകരിക്കാനുള്ള മനസ്സല്ലേ ഇപ്പോ. അമ്മാവൻ പിണങ്ങണ്ട. ഞങ്ങളുടെ അറിവോടെയോ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടോ അല്ല അമ്മ അങ്ങോട്ട് വന്നത്. നിങ്ങൾ അറിയണമായിരുന്നു. പുറത്തു പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? വസുന്ധര എന്റെ അടുത്തേക്കല്ല വന്നിരുന്നെങ്കിലോ, അവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചിരുന്നെങ്കിലോ ആര് സമാധാനം പറയുമായിരുന്നു? എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരായവർ ഒന്നും മിണ്ടുന്നില്ല. ഉദയനെയും ഭാര്യയുമാണ് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടാ മിണ്ടാത്തത്. അതെന്താ ഒന്നും പറയാനില്ലാതായി പോയത്? ഉദയൻ അന്യനെ പോലെ സംസാരിക്കുന്നു. എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് ഞാനും പുറത്തേക്ക് അറിഞ്ഞിരിക്കുന്നു. നീ കല്യാണം കഴിക്കാതെ നിൽക്കുന്നതായിരുന്നു ഒരു സമയത്ത് വസുന്ധരയുടെ ഏറ്റവും വലിയ മനപ്രയാസം. കല്യാണം കഴിച്ചത് അതിലും വലിയ മനപ്രയാസത്തിന് കാരണമായി. പ്രതാപനാണ് ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നതും കൂട്ടിക്കെട്ടിയതും. ചില കള്ളത്തരങ്ങളുള്ളവനാണെങ്കിലും പ്രതാപനെ ഞാൻ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ മറ്റാർക്കും ഈ ബന്ധത്തിൽ സ്ഥാനമില്ല. വിവാഹശേഷമുള്ള ജീവിതം ഭാര്യ ഭർത്താക്കന്മാരുടേത് മാത്രമാണ്. അല്ലെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അമ്മാവൻ പറഞ്ഞതാ ശരി. ഉദയനും നന്ദനയും തമ്മിലുള്ള ബന്ധത്തിൽ ചില രസക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ വേരുകൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയൂ. അറിയാവുന്നവർക്കല്ലേ ആ വേരുകൾ പിഴുതെറിയാൻ പറ്റൂ.